മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ മരണപ്പെട്ടാൽ അയാളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഇല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതുമായ വചനങ്ങൾക്ക് ഖുദ്സിയായ ഹദീസുകൾ എന്നാണ് പറയുക. ഇങ്ങനെയുള്ള ഒരു ഖുദ്സിയായ ഹദീസിൽ അന ഇൻദ ദന്നി അബ്ദി ബി എന്ന് വന്നിട്ടുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കുമെന്നാണ്. അപ്പം മരണപ്പെട്ട ആളുകളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നു എന്നത് അള്ളാഹുവിങ്കൽ അവനെക്കുറിച്ചുള്ള തീരുമാനം അതാണ് എന്നറിയിക്കുന്നതാണ്. ഈ ഒരർത്ഥത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉദ്കുറു മഹാസിന മൗത്താക്കും എന്ന് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക. ഇതിൽ രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, മരണപ്പെട്ടവരുടെ ഗുണങ്ങൾ പറയേണ്ടതുണ്ട്. രണ്ട്, മരണപ്പെട്ടവരുടെ ഗുണക്കേട് പറയാതിരിക്കേണ്ടതുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളെക്കുറിച്ച് നന്മയെ പറയാവൂ, തിന്മ ഉണ്ടെങ്കിൽ തന്നെ പറയരുത്. അത് മനസ്സിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരർത്ഥത്തിൽ അനുശോചനായോഗങ്ങളെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അതിനും പുറമെ അനുശോചനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ മരണപ്പെട്ട ആളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന നന്മയുടെ ഏടുകൾ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയും അതുപോലെ മരണപ്പെട്ട ആൾക്ക് പ്രത്യേകമായി ദുആ ചെയ്യുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുമായുള്ള ബന്ധം മാത്രമാണ് നമ്മളതിൽ പറയാറുള്ളത്. എൻ്റെ അങ്ങനെയായിരുന്നു, എൻ്റെ ഇങ്ങനെ. വാസ്തവത്തിൽ അയാളിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട നന്മകൾ അവതരിപ്പിച്ച് ബാക്കിയുള്ളവർ അതിലേക്ക് പ്രചോദിതമാക്കുകയാണ് അതിൽ വേണ്ടത്. പിന്നെ മരണപ്പെട്ട ആൾക്ക് ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരർത്ഥത്തിലുള്ള അനുശോചനായോഗങ്ങളെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയും ഈ ഉദ്കുറു മഹാസിന മൗത്താക്കും എന്നതിലുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല എന്നായിരുന്നു കിട്ടും. മരിച്ചവരുടെ ഗുണഗണങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഇவ்விധം മദ്ഹ് ചെയ്യാൻ അല്ലെങ്കിൽ പുകഴ്ത്തി പറയാൻ പാടില്ല എന്നുകൂടെ അതിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ പല വേദികളിലും ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തി ഉദ്ഘാടകനാണെങ്കിലും അധ്യക്ഷനാണെങ്കിലും ആരാണെങ്കിലും സ്വാഗത പ്രാസംഗികൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി, പക്ഷേ ആ വ്യക്തി തന്നെ ഓർക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് കരുതി മറ്റുള്ളവരുടെയൊക്കെ ചുറ്റും നോക്കുന്നത് പോലും ഉണ്ടാവും. അങ്ങനെ പുകഴ്ത്തുന്ന സമ്പ്രദായമാണെന്ന് കാണുന്നത് പലപ്പോഴും. ഈ പ്രഭാഷകർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വാഗത പ്രഭാഷകൻ അയാളുടെ ദൗത്യം മറക്കുന്നു. സ്വാഗത പ്രഭാഷകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം എന്താണെന്ന് പരിചയപ്പെടുത്തലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ ജസ്റ്റ് പരിചയപ്പെടുത്തലും അധ്യക്ഷന് വേണ്ടി എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യലുമാണ്. വാസ്തവത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കസ്റ്റോഡിയൻ അധ്യക്ഷനാണ്, അല്ലാതെ സ്വാഗത പ്രഭാഷകനല്ല. അധ്യക്ഷനെ സ്വാഗതം ചെയ്യേണ്ടതില്ല, അയാൾതാണ് ഈ സാധനം. അപ്പോൾ ചില ആൾക്കാർ സ്വാഗതം ചെയ്ത് കൂട്ടത്തിൽ ഓർമ്മ എന്നോ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം തന്നെ അധ്യക്ഷനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. അധ്യക്ഷനൊന്ന് പരിചയപ്പെടുത്താം. ഈ പരിപാടി അധ്യക്ഷൻ്റെതാണ്, അധ്യക്ഷന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്വാഗത പ്രഭാഷകൻ സ്വാഗത പ്രസംഗം നടത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യാവുന്നതാണ്. പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അഭാവത്തിൽ സ്വാഗതം ചെയ്യും ചിലവരെ. ഇന്ന ആൾ എത്തിയിട്ടില്ല, അയാളുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭാവത്തിൽ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും പിന്നെ വന്ന ആളുകളെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. ഇനി വരുന്നവരെ അപ്പോൾ വേണമെങ്കിൽ അധ്യക്ഷനെ നേരിട്ട് സ്വാഗതം ചെയ്യാം, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രഭാഷകർ ലക്ഷ്യം മറക്കുന്നതിൻ്റെ ഭാഗമാണത്. ഇതുപോലെ ഒരു വിഷയം പറയാൻ വേണ്ടി കൊണ്ടുവന്ന ആൾ ജസ്റ്റ് പരിഗണിക്കേണ്ട ആളുകളെയൊക്കെ ഒന്ന് ഒരു ചെറിയ ഒരു വാക്കിൽ പരിഗണിച്ചതിന് ശേഷം വിഷയം പറയുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ പുതിയൊരു പ്രവണത സ്റ്റേജിലുള്ളവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ സദസ്സിലുള്ള ആൾക്കാരെയും ഓരോരുത്തരെ പേരെടുത്ത് പറയും. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ആരെങ്കിലും ഒരാൾ വിട്ടുപോയാൽ അയാൾക്ക് അതൊരു ടെൻഷനായി. നേരെ മറിച്ച് ആരെയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അതൊരു രീതിയല്ല, അതിപ്പോൾ കടന്നു വന്നിട്ടുള്ള ഒരു പുതിയ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അതേ സമയത്ത് വേദിയിലിരിക്കുന്നവരിൽ നിന്ന് അവസരമില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോകാം. പിന്നെ പരിചയപ്പെടുത്തുന്ന ആളെ തന്നെ ഇയാൾ ഏതു നിലയിലാണോ സദസ്യർക്ക് പരിചയപ്പെടേണ്ടത്
ആ നിലയിൽ മാത്രമാണ് പരിചയപ്പെടേണ്ടത്. അല്ലാതെ എൻ്റെ അമ്മോൻ്റെ മോനാണെന്നൊന്നും സ്വാഗത പ്രഭാഷകൻ പറയണ്ട. അത് ആളുകൾക്ക് പരിചയപ്പെടേണ്ട കാര്യമല്ല. ഏതർത്ഥത്തിലാണോ അവർക്ക് പരിചയപ്പെടാനുള്ളത് ആ അർത്ഥത്തിൽ മാത്രം പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരാളെ കൊണ്ടുവന്നിരുത്തി, ജീവിച്ചിരിക്കുന്ന ആളെ കൊണ്ടുവന്നിരുത്തി അയാളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ വായയിൽ മണ്ണിടണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക, ഹദിയ ചെയ്യുക, വല്ല ദാനധർമ്മങ്ങൾ നടത്തുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഖബർ സിയാറത്ത് ചെയ്യുക, മരിച്ച ആളുകളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ആചാരമായ നിലവിൽ വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 7 ദിവസം, ചില സ്ഥലങ്ങളിൽ 3 ദിവസം കെടാതെ വിളക്ക് കത്തിച്ച് വെക്കും. ഇനി ചിലയിടത്ത് കെടും, പകൽ കെടുത്തിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായി കത്തിക്കും, നേരം പുലരുവോളം കത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട്. പരിശുദ്ധമായ ദീൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു അനാചാരം തന്നെയാകുന്നു അത്. ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ ഈ വീട്ടിലേക്ക് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പേടിയാവാതിരിക്കാൻ അവർക്ക് വരാൻ സ്വാഗതമോദാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിളക്ക് കത്തിക്കുന്നത് എന്നതാണ്. ഇസ്ലാം പറയുന്നതനുസരിച്ച് അങ്ങനെ ആത്മാക്കൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു രീതിയില്ല. പിന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് തനസ്സലുൽ മലായിക്കത്തു വർറൂഹു ഫീഹ എന്നുള്ളിടത്തുള്ള റൂഹ് എന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇനി അതല്ല മരണപ്പെട്ടവരുടെ ആത്മാക്കൾ എന്നാണ് അതിന് ഉദ്ദേശമെങ്കിൽ പോലും അവരെ സ്വീകരിക്കാൻ വേണ്ടി വിളക്ക് കത്തിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഇല്ലാത്തതാണ്. അത് അനാചാരമാണ്, ഒഴിവാക്കേണ്ടതാണ്. മരിച്ചത് മുതൽ 3 ദിവസമാണ് ആശ്വസിപ്പിക്കേണ്ട സമയം. മറവ് ചെയ്തത് മുതൽ 3 ദിവസമാണ് എന്ന അഭിപ്രായമുണ്ട്. ഇത് 2 പരിഗണിച്ചാലും മറവ് ചെയ്തതിന് ശേഷം 3 ദിവസം പൂർത്തിയാകുന്നത് വരെ മാത്രമാണ് മരിച്ച ആളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ആശ്വസിപ്പിച്ചാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അവരിങ്ങനെ മറക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ആശ്വസിപ്പിക്കൽ ഓർമ്മപ്പെടുത്തലുകളായി മാറും. അപ്പോൾ ഏത് വിഷയമാണെങ്കിലും 3 ദിവസം വരെയാണ് അവർക്ക് ആ ദുഃഖം നിൽക്കുള്ളൂ. കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം. അപ്പോൾ ആ മറക്കാനുള്ള അവരുടെ ശ്രമം വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ 3 ദിവസത്തിന് ശേഷം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. 3 ദിവസം തികയുന്നത് വരെ ആശ്വസിപ്പിക്കുക എന്നത് സുന്നത്തായ അമലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നാടുകളിലുള്ള 5-ൻ്റെ അന്ന്, 7-ൻ്റെ അന്ന്, 40-ൻ്റെ അന്നൊക്കെയുള്ള അടിയന്തരം 40 എന്നൊക്കെ പറഞ്ഞ ആചാരങ്ങൾ തെറ്റാണെന്നാണ്. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ണോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കണ്ണോക്ക് എന്നുള്ള പ്രയോഗം 2 തരത്തിൽ വന്നിട്ടുള്ളതാണ്. ഒന്ന്, മറവ് ചെയ്യപ്പെട്ട ആളുടെ കണ്ണ് ഉതിർന്ന് വീഴുന്ന സമയം 3 ദിവസം കഴിയുമ്പോഴാണെന്നാണ്. അപ്പോൾ കണ്ണ് പോക്ക് എന്ന ഒരർത്ഥത്തിലാണ് ആ ദിവസത്തെ 3-ൻ്റെ അന്ന് ഉള്ള ദിവസത്തെ എടുത്തിട്ടുള്ളത്. 3 വരെയുള്ള ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ 3 ദിവസം മരിച്ച ആളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ട സമയമാകുന്നു എന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് 4, 5, 6, 7 ഒക്കെ ഒരേപോലെ തന്നെയാണ്. എല്ലാ ദിവസങ്ങളിലും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യാം, ദുആ ചെയ്യാം, യാസീൻ ഓതാം, എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും അതിനുവേണ്ടി ജോലി ഒഴിവാക്കി മെനക്കെടുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് പഴമക്കാരായ ആളുകൾ അതിന് ചില ദിവസങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. 7, 14, 21 അങ്ങനെ 7ൻ്റെ ഗുണിതങ്ങളാണ് അധികം കൊടുക്കാറുള്ളത്. അതിൻ്റെ കാരണം ജനിച്ചാൽ മുടി കളയുക, അക്കീക്കത്തിറക്കുക തുടങ്ങിയവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ് 7, 14 അങ്ങനെ 7ൻ്റെ ഗുണിതങ്ങൾ. അത് ഇങ്ങോട്ടും ബാധകമാക്കിയിട്ടാണ് പഴമക്കാർ അങ്ങനെ ചെയ്തു വന്നിട്ടുള്ളത്. അതിപ്പോൾ ഇനി 7 6 ഇങ്ങോട്ടായാലോ അല്ലെങ്കിൽ 8 അങ്ങോട്ട് പോയാലോ വിരോധമൊന്നുമില്ല. ചെയ്യണം എന്നതാണ് പ്രത്യേകത. അതിന് ദിവസം അല്ല പ്രാധാന്യമുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ദുഃഖാചരണം എന്ന ഒരു പരിപാടി കാണാറുണ്ട്. വാസ്തവത്തിൽ ദുഃഖാചരണം ഇസ്ലാമികമല്ല. ഇസ്ലാമികമായി ദുഃഖം ഉണ്ടാവാം ചില ആളുകൾക്ക്. അപ്പോൾ എങ്ങനെ ശ്രമിച്ചാലും ദുഃഖം ഉണ്ടാവുമല്ലോ. അത് ദുഃഖമുണ്ട്, അയാളെ ആശ്വസിപ്പിക്കുകയും വേണം എന്നതിനപ്പുറം ദുഃഖ ആചരണം എന്നൊരു പരിപാടിയില്ല. പൂർവ്വകാലത്ത് അല്ലെങ്കിൽ ജാഹിലിയത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് കരയാനും നെഞ്ചത്തടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കാനും പണം കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ പതിവിൽ നിന്നാണ് ദുഃഖാചരണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദുഃഖാചരണം എന്നൊരു പരിപാടി ഇസ്ലാം ദീനിലില്ല. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, ഹദിയ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ. ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല.
വാപ്പ മരിച്ചതിൻ്റെ പിറ്റേന്നല്ല അന്ന് തന്നെ ആൾ നന്നായിട്ട് കുളിച്ച് ഇസ്തിരി ചെയ്ത് തുണിങ്ങുപ്പായൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഉപ്പാക്ക് വേണ്ടി നിസ്കരിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതൊക്കെ. നമ്മുടെ ഈ ഇന്ത്യയിൽ പല വിഷയങ്ങളിലും ഒരു മിക്സഡ് സംസ്കാരം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രധാനമായും 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് കല്യാണവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് കൊള്ളക്കൊടുക്കലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്ത പലരും മരണപ്പെട്ട ആളെ 3 ദിവസം വരെയും 7 ദിവസം വരെയും എടുത്തു വെച്ച് വിലപിക്കാറുണ്ട്, സൂക്ഷിച്ചു വെച്ച്. ഒന്നുമില്ല, ആരും വരാനല്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾ വിദേശത്ത് നിന്ന് വരാനുണ്ടെങ്കിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും ഫ്രീസറിലൊക്കെ വെച്ചിട്ട്. അതൊന്നും അല്ലാതെ തന്നെ എല്ലാവരും നാട്ടിലുണ്ടെങ്കിൽ തന്നെ 3 ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് 3 ദിവസം വിലപിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെയുള്ള കൊള്ളക്കൊടുക്കലുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇത്തരം രീതികൾ. ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ കുളിപ്പിക്കുക, സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ നിസ്കരിച്ച് അയാളെ മറവ് ചെയ്യുകയുമാണ് വേണ്ടത്. ഖബറിലെത്തിയതിന് ശേഷം അയാൾ അയാളുടെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. ഇനി അയാൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യുക. പ്രാർത്ഥന, അതേപോലെ ഖുർആൻ പാരായണം, ഹദിയ ചെയ്യൽ, സംഭാവനകൾ, ദാനധർമ്മങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഈ കൊള്ളക്കൊടുക്കലിൻ്റെ ഭാഗമായി ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്. ഈ അലമുറയിട്ട് കരയുക എന്നുള്ളതൊക്കെ ഇസ്ലാം, അലമുറയിട്ട് കടലൊക്കെ ഹദീസ് അങ്ങനെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. കരയുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ കരയൽ കൊണ്ട് മരിച്ച ആളുകൾക്ക് ദോഷമാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്വാഭാവികമായി വരുന്ന ഒരു കരച്ചിലുണ്ട്, അതല്ല ഈ പറഞ്ഞിട്ടുള്ളത്. കരയാൻ വേണ്ടിയുള്ള കരയലാണ്. കരഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് എഴുതിയിട്ടുള്ള കരച്ചിൽ. ഒരു 3 ദിവസമെങ്കിലും കരച്ചിൽ ഉണ്ടായില്ലെങ്കിൽ ഇപ്പം എന്തിനാ പറ്റുക എന്നുള്ള. പഴയ കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, മയ്യത്ത് കുളിപ്പിച്ചാൽ പിന്നെ ഒന്നിനും പറ്റൂല. എല്ലാ മരക്കളും വന്ന് ഗൾഫിൽ നിന്ന് വരാനുള്ളവരൊക്കെ വന്ന് അതിൻ്റെ ശേഷം കുളിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ വളരെ പഴക്കമൊന്നുമല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഓർമ്മ. ഇപ്പോഴും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കുകളൊക്കെ നീക്കും. അത് കഴിഞ്ഞിട്ട് ആ മയ്യത്ത് അങ്ങനെ കിടത്തും. പിന്നെ ആളുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോഴും ഉണ്ട് പല. അങ്ങനത്തെ യാതൊരു കർമ്മവും ഇസ്ലാമിലില്ല. ഒരാൾ മരിച്ചാൽ കുളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ എത്തിച്ചേർന്ന് അതിനുള്ള സൗകര്യം ഒതുങ്ങിയാൽ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം മയ്യത്ത് നിസ്കാരത്തിന് ആളുകൾ വരാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നതിന് വിരോധമില്ല. മയ്യത്ത് നിസ്കാരത്തിന് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി കുറേ ആളുകളെ അറിയിക്കുന്നതിനോ അനൗൺസ് ചെയ്യുന്നതിനോ വിരോധമല്ല. പിന്നെ ഇയാളെ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലേക്ക് അഡീഷണലായിട്ട് കയറി വന്നിട്ടുള്ളതാണ്. ഈ തലക്ക് കൈയ്യൊടുക്കുക, അതുപോലെ താടിക്ക് കൈയ്യൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. നമ്മൾ ക്ഷീണിച്ച് കാണുക എന്നത് പിശാചിന് വളരെ ഇഷ്ടമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നതൊഴിച്ചാൽ, ഒരാൾ തലമ കയ്യോ വെച്ചിട്ടൊന്നും വരാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാൾ താടിക്ക് കൈയ്യൊടുത്ത് വെച്ചിട്ടൊന്നും വരാനൊന്നുമില്ല. കൈ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമല്ലോ. അതിന് ഏറ്റവും നല്ലത് നെറ്റിയിൽ ഇങ്ങനെ വെക്കലാണ്. കാരണം അത് ഓർമ്മയെ ഉദ്ദീപിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നെറ്റിയിൽ വെക്കാവുന്നതാണ്. താടിക്ക് കൈ കൊടുക്കുക, തലമ കൈ കൊടുക്കുക എന്നുള്ളത് ഒരു ക്ഷീണത്തെ അറിയിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് കോട്ടവായി ഇടുക എന്നുള്ളത് നല്ലതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നു. തുമ്മുക എന്നുള്ളത് നല്ലതാണ്, കാരണം അത് ഉത്സാഹത്തിൻ്റെ മേൽ അറിയിക്കും. അപ്പോൾ ഉത്സാഹത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളെ ചെയ്യുക, ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ ക്ഷീണിക്കൽ പിശാചിന് ഇഷ്ടമായതുകൊണ്ടാണ് ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞത്. ഇതൊരു ഹറാമാണെന്നൊന്നുമല്ല, അത് ഒഴിവാക്കലാണ് നല്ലത്. ഇനിയിപ്പോൾ ഒരാൾ തലമൊന്ന് കൈ വെച്ച് വെച്ചിട്ട് അവർക്കൊന്നും വരാനൊന്നുമില്ല. ഒരുപക്ഷെ സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചാലും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ വലിയ ഉന്മേഷത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വല്ലാത്ത ഒരു കോട്ടുമായിട്ട് ആകെ ഇതാകുമ്പം ഓപ്പോസിറ്റുള്ള ആൾക്കും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം. അത്രേ ഉള്ളൂ, അല്ലാതെ അത് പിന്നെ അതിലൊരു ആത്മീയതയൊന്നും, ആത്മീയമായി എന്തെങ്കിലും സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ വലിയ വിപത്തുകൾ വരാനുണ്ട് എന്നൊന്നും അറിയിക്കുന്നതല്ല. ചില സമയത്ത് ഈ സംഭാഷണ സമയത്ത് അതൊരു പരിഹാസത്തിൻ്റെ രൂപം വരുമെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അത്രയ്ക്കേ ഉള്ളൂ. ഹഖീഖത്ത് എന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ്. മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടി ജീവിച്ചില്ല, മരിച്ചു, എന്നാൽ പോലും ആ കുട്ടിയുടെ ഹഖീഖത്ത് അറുക്കുക എന്നുള്ളത് സുന്നത്താണ്. അത്രയും പ്രബലമായ സുന്നത്താണ്. നമ്മുടെ ആരുടെയെങ്കിലും ഹഖീഖത്ത് അറുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് തന്നെ അറുക്കാവുന്നതാണ്. മരണം വരെയും, ജനനം മുതൽ മരണം വരെ ഹഖീഖത്തിൻ്റെ സമയമുണ്ട്.
അപ്പോൾ വളരെ പുണ്യമായ ഭാഗത്താണ്. 7 കുട്ടികൾക്ക് ഒരു അക്കീക്കത്ത് അങ്ങനെയും അവർക്ക് ആടിനെ പറ്റൂല, മാട് ഇനങ്ങളിൽപ്പെട്ട എന്തെങ്കിലും 7 മക്കൾക്ക് ചേർത്തുങ്ങാണ്ട് ഒന്നിറക്കാവുന്നതാണ്. ഉളുഹിയത്തും അക്കീക്കത്തും കൂടിയും ചേർത്തിറക്കുകയും ചെയ്യാം. അക്കീക്കത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അക്കീക്കത്ത് വിതരണം ചെയ്യാൻ വേണ്ടി അതിൻ്റെ എല്ല് കട്ട് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. എന്നാൽ ഒരഭിപ്രായമുണ്ട്, എല്ല് കട്ട് ചെയ്യാതെയാണ് കൊടുക്കേണ്ടത്. ആ അഭിപ്രായം പരിഗണിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്, കഴിയില്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരു വലിയൊരു പോത്തിനെയോ പശുവിനെയോ കളനെയൊക്കെ ഇറക്കുമ്പം അത് കട്ട് ചെയ്യാതെ ഇതാണ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ അത് പിന്നെ കെണുപ്പുകൾ വേറെടുത്തിയാണ് കൊടുക്കേണ്ടത്. കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിന് പകരം കെണുപ്പ് വേറെടുത്തി. ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ആ അഭിപ്രായത്തെ പരിഗണിക്കാം എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കട്ട് ചെയ്തു എന്ന് എഴുതിയിട്ടൊന്നും വരാനൊന്നുമില്ല. ഇപ്പം ഈ അക്കീകയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വിഷയത്തിൽ ഉള്ള കാര്യമല്ലെങ്കിൽ കൂടി താങ്കൾ പറഞ്ഞതുപോലെ ജനനം മുതൽ മരണം വരെ അക്കീക ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക്, അതായത് ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അക്കീക അറുത്തിട്ടില്ല എന്നാണെങ്കിൽ അത് എനിക്ക് സ്വന്തമായി അക്കീക അറുത്ത് കൊടുക്കാമെന്നാണ്. അതെ, നമ്മൾ ആരുടെ അക്കീകത്ത് അറുത്തിട്ടില്ല എന്നും മനസ്സിലായാലും മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ നമ്മുടെ അക്കീകത്ത് അറുത്ത് നമുക്ക് തന്നെ വിതരണം ചെയ്യാവുന്നതാണ്. ഈ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു, ഇപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി മരണപ്പെട്ടു, ഒരുപക്ഷെ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും ബോധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അതിന് മറവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള കുട്ടികൾക്കും ഗർഭാവസ്ഥയിൽ ഒരു കുട്ടി മരിക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ രൂപം വന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല. മനുഷ്യൻ്റെ രൂപം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പേരിടുക എന്നുള്ളതാണ്. ഗർഭപാത്രത്തിൽ വെച്ചേ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്കൊരു പേരിടണം. ആൺകുട്ടിയാണെങ്കിൽ ആണിൻ്റെ പേര്, പെൺകുട്ടിയാണെങ്കിൽ പെണ്ണിൻ്റെ പേരിടണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയും അക്കീകത്ത് അറുക്കൽ നല്ലതാണ്, പേരിട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പേരിടണ്ടാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞു, മനുഷ്യനാണെന്ന് തിരിയാത്ത ചില രൂപങ്ങളുണ്ടാവും. അങ്ങനത്തെ രൂപങ്ങൾക്ക് പേരിടേണ്ടതില്ല. അപ്പോൾ പേരിടുന്ന എല്ലാ കുട്ടികൾക്കും അക്കീകത്ത് സുന്നത്തുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടി, മിന്നി തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാൻ ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളതും എല്ലാവരും സാധാരണ പഠിച്ചു വച്ചിട്ടുള്ളതുമായ തസ്ബീഹ് അല്ലെങ്കിൽ ദിക്റാണ് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്ന ദിക്ർ. സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി. സുബ്ഹാനല്ലദീ, ഒരു അല്ലാഹു എത്ര പരിശുദ്ധനാണ്. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇടി അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. വൽ മലായികത്തു മിൻ ഖീഫത്തിഹി, മലക്കുകളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതറിയുന്നവർ ഇത് തന്നെയാണ് ചൊല്ലേണ്ടത്, അറിയാത്തവർ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയാണ് ഇടി, മിന്ന് പോലത്തത് ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ടത്. സലാത്ത് ദിക്റൊന്നുമല്ല, അല്ല, തസ്ബീഹാണ് വേണ്ടത്. ഏത് തസ്ബീഹോ ആവാം. ഹദീസിൽ വന്ന തസ്ബീഹ് ഞാൻ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും തസ്ബീഹ് എല്ലാം സുബ്ഹാനൽ റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, ഇങ്ങനെ ഏതെങ്കിലും തസ്ബീഹ് ചൊല്ലാം. സുബ്ഹാന ഉൾപ്പെടുന്ന ദിക്റുകൾക്കാണ് തസ്ബീഹ് എന്ന് പറയാം. 2 അടിമകളാണ്, ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയും. കറുത്ത അടിമയാണ് സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ മദീനയിൽ ചെന്നപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടം കാണാൻ അവസരം ഉണ്ടായി, ഈത്തപ്പനത്തോട്ടം. മദീനയിൽ ഇപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല, കുറേയൊക്കെ കാണാനുള്ള അവസരങ്ങളും കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ അടച്ചുകൂട്ടിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഒക്കെ ഏകദേശം തുറന്നിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ അടുത്ത് മഹാനവറുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളി അതേപോലെ ഇങ്ങനെ നിലനിർത്തിയിട്ട്, കല്ലൊക്കെ അതേപോലെ നിലനിർത്തി പൈൻ്റൊക്കെ അടിച്ച് ചുറ്റുമതിലൊക്കെ കെട്ടി കമ്പി വെയിലൊക്കെ കെട്ടി പൂട്ടിയിട്ട് അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സൽമാനുൽ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അസ്ലം ഉണ്ടായിരുന്നു കൂടെ. അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആൾ പേർഷ്യക്കാരനാണ്. പേർഷ്യയിലെ രാജകുടുംബാംഗമാണ് സൽമാനുൽ ഫാരിസി. പ്രധാനമന്ത്രിയുടെ മകനാണ്, രാജാവിൻ്റെ മകനല്ല, അതിൻ്റെ താഴെയുള്ള പ്രധാനമന്ത്രിയുടെ മകൻ. അന്ന് പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ തീ ആരാധകരാണ്. നമ്മൾ മാർസെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, നബിതങ്ങൾ ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി.
പേർഷ്യക്കാർ അഗ്നി ആരാധകരായിരുന്നു. അഗ്നി ആരാധകരാണ്. അവിടുത്തെ രാജാവും അഗ്നി ആരാധകനാണ്, അവിടുത്തെ പ്രജകളും അങ്ങനെയാണ്. ഒരിക്കൽ സൽമാൻ എന്ന രാജകുമാരൻ തൻ്റെ പിതാവിൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കാടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ഒരു ടെൻറ്റ് കെട്ടി ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വെളുത്ത വസ്ത്രധാരികളായ കുറച്ച് ആളുകളെ കണ്ടു. അവരുടെ കൂടെ അല്പസമയം ഇരുന്നു. സൽമാൻ അതിൽ ആകൃഷ്ടനായി കുറച്ചധിക സമയം ഇരുന്നു. നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ മകൻ മടങ്ങി വരാത്തതിനാൽ രാജകുമാരനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആ അന്വേഷണം സൽമാനുൽ ഫാരിസി ഇരിക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച പൂർവ്വകാല വേദങ്ങൾ പഠിച്ച അന്നത്തെ മുസ്ലിങ്ങളായ പുരോഹിതന്മാരുടെ അടുത്തേക്ക് എത്തിയ അന്വേഷണം. അങ്ങനെ അവരെ ജയിലിലടക്കാൻ, അവരെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ പുരോഹിതന്മാരെ സൽമാനെ ജയിലിലടക്കാനും തീരുമാനിച്ചു. ഇവരെ നാട് കടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സൽമാൻ മെല്ലെ അതിലെ വലിയ പുരോഹിതൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ എവിടെ വന്നാലാ കാണുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് നാട് കടത്തപ്പെടുകയാണെങ്കിൽ മൗസിൽ എന്ന പേരായ പ്രദേശത്തേക്കായിരിക്കും പോവുക, അവിടെ വന്നാൽ കാണാറുണ്ട്. ദീർഘനാൾ സൽമാൻ അൽ ഫാരിസി ജയിലിൽ കിടന്നു. 200 വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ അൽ ഫാരിസി. സഹാബത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. 200 വയസ്സ് വരെ മഹാനവറുകൾ ജയിലിൽ കിടന്നു കുറേ കാലം. ഒരു ദിവസം ജയിൽ വാർഡൻ്റെ സഹായത്തോടുകൂടി നല്ല നടപ്പ് കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ മൗസിലിൽ എത്തിച്ചേർന്നു. ഈ പുരോഹിതന്മാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതിലെ വലിയ പുരോഹിതന് ഖിദ്മത്തെടുത്തിട്ട് അങ്ങനെ കൂടി. അയാൾ മരണപ്പെടുകയാണ്. അപ്പോൾ സൽമാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോവാന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാളെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേറൊരാളടുത്തേക്ക് പോയി. അയാളും മരിക്കുകയാണ്. നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോവാന്ന് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു. അയാളും മരിക്കുകയാണ് സൽമാൻ്റെ മുമ്പിൽ വെച്ച്. അതിൽ സൽമാൻ ചോദിച്ചു, ഇനി എടുക്കാൻ ഞാൻ പോകുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനി എടുക്കും പോണ്ട, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചാൽ മതി, 4-ാം വേദത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ചോദിച്ചു, ഒരാൾ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? 3 തെളിവുകൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അവസാനത്തെ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത്, അവസാനത്തെ പ്രവാചകൻ ഹദിയ ഭക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തേത്, അവസാനത്തെ പ്രവാചകൻ്റെ മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു സീൽ, ഒരു മുദ്ര ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് സൽമാൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു കൊള്ളക്കാർ അദ്ദേഹത്തെ കണ്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. കുറേ ഈത്തപ്പന തോട്ടങ്ങളിൽ ഇങ്ങനെ ജോലി ചെയ്ത് കൈമാറി വിൽക്കലും വാങ്ങലുമായി ദീർഘകാലത്തെ അടിമയായ ജീവിതത്തിനൊടുവിൽ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു ജൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൽ എത്തിച്ചേർന്നു. സയ്യിദുനാ സൽമാൻ മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അവസാന പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ടെന്ന വിവരമറിഞ്ഞപ്പോൾ സൽമാൻ തൻ്റെ കൈവശമുള്ള 3 പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം ഈത്തപ്പഴം പറിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം യജമാനൻ്റെ സമ്മതം വാങ്ങി ഒരു പിടി കാരക്കയും എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് സ്വതക്കയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വതക്ക ഭക്ഷിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു, 1-ാം പരീക്ഷയിൽ 100 മാർക്കാണ്. അങ്ങനെ മടങ്ങി. വേഗം പോണ അടിമയാണ്. മറ്റൊരു ദിവസം ഈത്തപ്പഴമറുക്കൽ കഴിഞ്ഞ് യജമാനൻ്റെ സമ്മതം വാങ്ങി അല്പം കാരക്കയും എടുത്ത് മുത്തുനബിയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് ഹദിയയാണ്, സമ്മാനമാണ്. നബി തങ്ങളത് വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കഴിച്ച് ബാക്കി വിതരണം ചെയ്തപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു, 2-ാം പരീക്ഷയിൽ 100 മാർക്കാണല്ലോ. അവിടുന്ന് പോയി. 3-ാം തവണയും മുസ്തഫായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു.
നബി തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളം കാണണം. നബി തങ്ങളുടെ ചുമലിൽ ബാക്ക് വശത്തായിട്ട് പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ അടയാളമായ ഖാത്തമുൻ നുബുവ എന്ന് പറയുന്നത്. മുത്തുനബിക്കുണ്ടായിരുന്നത്. പക്ഷെ അതാരും കാണൂല. എന്തുകൊണ്ട്? നബി തങ്ങൾ കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ആരും കാണില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കലില്ല. അതുകൊണ്ട് സൽമാൻ പലതവണ പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നു. ഒരു ദിവസം സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അവിടെ നബിതങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി സൽമാൻ വന്നു. വിചാരിച്ചതുപോലെ മുത്തുനബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ കളക്കാനുണ്ട്, കുളിപ്പിക്കാനുണ്ട്, കഫൻ ചെയ്യാനുണ്ട്, മറവ് ചെയ്യാനുണ്ട്. ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സൽമാൻ ഇപ്പുറത്ത് വന്ന് ഒന്നിങ്ങനെ നോക്കും, കാണാണ്ടോന്ന്. കുപ്പായം കഴിച്ചാലല്ലേ കാണുക. അപ്പുറത്ത് വന്നിട്ട് ഇങ്ങോട്ട് നോക്കും. അങ്ങനെ മറവിയിൽ കയ്യോളം നോക്കിയിട്ടൊന്നും കണ്ടില്ല. മറവ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആളുകൾ പോയി കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ വിളിച്ചു. സൽമാനല്ല അതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു കുപ്പായത്തിൻ്റെ കുടുക്കഴിച്ചിട്ട് ഇതല്ലേ ജാ നോക്കണ സാധനം എന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമൊക്കെ വന്നതാണ്. 200 കൊല്ലം ജീവിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ സൽമാൻ്റെ യജമാനന് പറ്റിയില്ല. അതുവരെ എല്ലാ നിലക്കും സപ്പോർട്ടായിരുന്നു. ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കൊടുക്കും, വലിയ ഭാരമുള്ള ജോലിയൊന്നും കൊടുക്കൂല. ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ സൽമാൻ്റെ യജമാനൻ വല്ലാതെ ഇടങ്ങേറാക്കി. ഭാരമുള്ള ജോലികൾ, രാത്രി പോലും വിശ്രമമില്ല. വല്ലാതെ ഇടങ്ങേറായപ്പോൾ ഒരിക്കൽ മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊന്ന് അടിമത്ത മോചനം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ്ട് നോലൊഴിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിലെ പ്രധാനികളും ചേർന്ന് സൽമാൻ്റെ യജമാനനോട് കച്ചവടം പറയാൻ വേണ്ടി പോയി. സൽമാൻ്റെ മുതലാളിയുടെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്, എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ തൊള്ളേ കൊള്ളാത്ത വില എന്ന് നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു വില ഉണ്ട് പറഞ്ഞു. ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അവകൾ വെള്ളവും വളവും നൽകി പരിപാലിച്ച് 300 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് പറഞ്ഞു. മുത്തുനബി കച്ചവടാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിക്കോട്ടെ 300 വെച്ച് പിടിപ്പിച്ച് തരാറുണ്ട്. പോകുന്നു. ഇവിടെ നിന്ന് പള്ളിക്ക് വന്നിട്ട് വയത് പറഞ്ഞു, സഹാബത്തെ സൽമാനെ കച്ചവടാക്കിയിട്ടുണ്ട്, 300 ഈത്തപ്പന തൈകൾ വേണം, അതിൻ്റെ സംഭാവന കൂടി പറഞ്ഞു. ഓരോരുത്തരും 2 മരം 3 മരം 30 മരമൊക്കെയാണ് പറഞ്ഞു. 300 സൽമാനോട് പറഞ്ഞു പോയിട്ട് 300 കുജ്ജാണ് ഉത്തൂടി പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു 300 കുയ്യുത്തീറ്റ് നബിനോട് വിവരം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫറായി കിട്ടിയ 300 മരം വാങ്ങിയിട്ട് കുഴിച്ചിടാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോന്നിങ്ങനെ വിസ്മയിലിട്ട് കുഴിച്ചിട്ട് ഇങ്ങനെ വന്നു. 300 എണ്ണം കുഴിച്ചിട്ട് കരുതിയതിനേക്കാൾ സ്പീഡിൽ ഈത്തപ്പന മരങ്ങൾ വളർന്നു. സാധാരണഗതിയിൽ ഈത്തപ്പന മരം കായ്ക്കാൻ 9 വർഷമാണ്. ഈത്തപ്പന മരം വേഗം വളർന്നു, വലുതായി. 299 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു. പക്ഷേ ഒന്ന് കായ്ച്ചില്ല. കരാറനുസരിച്ച് 300ാമത്തെയും എന്നുകൂടിയും പറിച്ചാലേ സൽമാൻ സ്വതന്ത്രനാവുള്ളൂ. അങ്ങനെയാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുള്ളത്. 299 എണ്ണം കായ്ച്ചു. ഒന്ന് കായ്ക്കാതെ വന്നപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു. ഞാൻ എളുപ്പം ഇക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. നബി തങ്ങൾ അതുകൊണ്ട് പറിച്ചിട്ട് ബിസ്മില്ലേറ്റ് ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു കൊടുത്തിട്ട് സ്വതന്ത്രനായ ആളാണ് സൽമാനുൽ ഫാരിസി. അതാണ് സൽമാനുൽ ഫാരിസിയുടെ തോട്ടം എന്ന് പറഞ്ഞ തോട്ടം. ആ മരം ഒന്നുണ്ടാവില്ല കേട്ടോ. ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷമാണ് പരമാവധി കിട്ടുക. എന്നാലും തോട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുത്തുനബിനെ പഠിച്ചാൽ അവസാനിക്കൂലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ ഈ റബീഉൽ അവ്വലായതിന് ശേഷം കുറേ ലേഖനങ്ങൾക്ക് ഹെഡിങ് എഴുതി. വെറുതെ ലേഖനം എഴുതിയതല്ല, ഹെഡിങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി നോക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന കുറേ ഹെഡിങ്ങുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രാജാവും, നബി തങ്ങളും പ്രജയും, നബി തങ്ങളും അടിമയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കച്ചവടക്കാരനും, നബി തങ്ങളും കർഷകനും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഡ്രൈവറും. നബി തങ്ങൾ അന്നത്തെ ഡ്രൈവറാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വാഹനമായ കാറും ബൈക്കും ഓടിക്കുന്നതെന്ന് മനസ്സിൽ കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഡ്രൈവിങ് സുന്നത്താവും. അതാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത്. ചെയ്യണ കാര്യം നീയത്തോണ്ട് ഇബാത്താക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡ്രൈവിങ് പഠിക്കും വേണം. കാരണം അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും കോവർ കഴുതയെയും ഓടിക്കാൻ നബി തങ്ങൾക്കറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ് പഠിക്കലും സുന്നത്താണ്, ഡ്രൈവ് ചെയ്യലും സുന്നത്താണ്. നീയത്ത് ക്ലിയർ ആയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധപ്പെടുത്തലാണ് മൂമിനായ മനുഷ്യൻ്റെ ഇബാദത്ത് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ സ്വതന്ത്രനായി. ഇസ്ലാമിലെ 2 പ്രധാനപ്പെട്ട അടിമകൾ വിപ്ലവം തീർത്തു. അതിലൊന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ പഠിച്ചാൽ അവസാനിക്കാത്തൊരു വിഷയമായിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തും അവശേഷിക്കുന്നതാണ്. ഇത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വളരെ നന്നായി മനസ്സിലാക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ വലിയ അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ധാരാളം താരീഖുകളെ, ആഷിഖുകളുടെ താരീഖ് പരിശോധിക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖിൻ്റെ താരീഖാണ് റളിയല്ലാഹു അൻഹു. സഹാബത്തിനെ പഠിച്ചാൽ ശരിക്കും നബിനെ മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചാൽ മതി എന്നാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നില്ല എന്നാണ്. ലലംതു സുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാ ഹുല്ലുറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലലംതു സുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ലുർറ മിൻ വറമി. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മനസ്സിന് അടങ്ങേറ് വന്നത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, തഹജ്ജുദ് മഹാനവറുകൾ നിസ്കരിച്ചിരുന്നു, നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വരുന്നില്ലല്ലോ എന്നാണ്. നബി തങ്ങൾക്ക് നീര് വന്നിരുന്നല്ലോ. ഇതാണ് ഓല മനസ്സ് പറയണത്. ഇതാണ് സ്വഹാബത്തിൻ്റെ മനസ്സ് പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് എന്നറിഞ്ഞു മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കാണാൻ വേണ്ടി ചെന്നപ്പോൾ നബി തങ്ങൾക്ക് രോഗമാണ് എന്ന് മനസ്സിലായ ഉടനെ നബി തങ്ങൾക്ക് എന്താണോ അസുഖം അതേ അസുഖം സിദ്ദീഖിനും തുടങ്ങി. അതാണ് ഇഷ്ക് റളിയല്ലാഹു അൻഹു. അങ്ങനെ മൂപ്പര് പെരയിൽ വന്നിട്ട് സുഖമില്ലാതെ കടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം മാറി. പള്ളിയിൽ വന്നു. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. നബിയെ കുറേ ദിവസമായിട്ട് വരലില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാണാൻ പോകാറുന്നു. അങ്ങനെ എല്ലാവരും കൂടി സിദ്ദീഖുൽ അക്ബറിനെ കാണാൻ വേണ്ടി വന്നു. നബി തങ്ങളെ കണ്ടേക്കിന് സിദ്ദീഖിൻ്റെ ദണ്ണ മാറിയിട്ടാണ് നീച്ചിട്ടൊരു പാട്ടോട് പാടി. അതാണ് ഇഷ്ക് പറയുന്നത്. സ്നേഹം ഉണ്ടായാൽ, സ്നേഹം ഇഷ്കുണ്ടായാൽ മസ്താവുന്നതാണ്, മസ്തുണ്ടായാൽ പാട്ടുണ്ടാവുന്നതാണ്, പാട്ടുണ്ടായാൽ കരച്ചിലുണ്ടാകുമെന്നാണ്, കരച്ചിലുണ്ടായാൽ രോഗമുണ്ടാകുമെന്നാണ്, രോഗമുണ്ടായാൽ മൗത്തുണ്ടാകുമെന്നാണ്. അതാണ് ഇഷ്ക് പറയുന്നത്. എല്ലാവരും പാടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്, ഉമർ ഖത്താബ് പാടിയിട്ടുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് ഉമർ ഖാദി പാടിയിട്ടുണ്ട്, അമ്പർത്ത് തങ്ങൾ പാടിയിട്ടുണ്ട്, ഗൗസുല്ലാദം പാടിയിട്ടുണ്ട്, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. വെളിയങ്കോട് ഉമർ ഖാദി പാടിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയതാണ്. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ
സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രോഗിയാം നബിയോരരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിക ലോകത്ത് സഹാബത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായ യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. ബദറിൽ വലിയ സന്തോഷം ഉണ്ടായത്, ഉഹുദിൽ നബിക്കും സഹാബത്തിനും ചെറിയൊരു വിഷമം ഉണ്ടായി. ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഒരുങ്ങിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ നോക്കി, ആരൊക്കെ ഷഹീദായത്, ആരൊക്കെ ബാക്കിയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, സഅദ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല നബിയെ, സഅദിനെ കാണാനില്ല. മരിച്ചവരെ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു. ഷഹീദായവരെ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു. ആ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ ഉഹുദിൽ പോയി എവിടെയെങ്കിലും സഅദ് ബിൻ റബീഅത്തുണ്ടോ എന്നൊന്ന് തിരയണം എന്ന് പറഞ്ഞു. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തിരയാൻ വേണ്ടി പോവുകയാണ്. ഉഹുദ് മുഴുവനും തിരഞ്ഞ് എവിടെയും കാണാനില്ലാതെയായി അവസാനം സെയ്ദ് റളിയല്ലാഹു അൻഹു മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ഞരക്കം കേട്ടു. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ മണലിൽ പൂണ്ട് കിടക്കുകയാണ്. സഅദ് ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു തിരഞ്ഞിടുവാൻ സെയ്ദെന്നൊരേ തിരുനബിയും അയച്ചു. തിരഞ്ഞൊടുക്കം മണലിൽ പൂണ്ട സഅദെന്നൊരില്ലടുത്തു. അടുത്ത് ചെന്ന് ജസദിൽ മെല്ലെ തടവി സെയ്ദന്നിരുന്നു. ഹബീബി അനാ സെയ്ദാണെന്നും സലാം അവർക്കും പറഞ്ഞു. മിഴികൾ രണ്ടും തുറന്നു മെല്ലെ പറഞ്ഞിടുന്നു മനമേ, മണക്കുന്നു ഞാൻ റസൂലുള്ളാന്റെ തിരുജസദിൻ മണമേ. എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൻ്റെ മണം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാനൊരു ചോദ്യം, സെയ്ദേ, എനിക്കിഞ്ഞ് നബി തങ്ങളെ കാണാനുള്ള അവസരം ഉണ്ടാവുമോ എന്നറിയില്ല, ഞാൻ മരിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി അറിയേണ്ടത് എനിക്കൊരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അമ്പ് തറച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൽ നിന്ന് രക്തം വരുന്നുണ്ടോ? മഹാനവറുകൾ മണലിൽ പൂണ്ടിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ അറിയേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ, മുത്തുനബിയുടെ തലമ്മ അമ്പ് തറച്ചിരുന്നു നെറ്റിമ്മ, അതിന് ചോര വരുന്നുണ്ടോ എന്നറിഞ്ഞാൽ മതി.